വിക്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിക്രം വേദയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവാണ്ട് വേദ അയൺ ചെയ്ത ഷർട്ടൊക്കെ ഇട്ട് വേദയുടെ മുന്നിലൂടെ വിക്രം നടന്നു വരുന്നുണ്ട്. അന്നേരം ശ്രീജ കമലത്തിനോട് പറയുക, വിക്രമിനെ ഇന്ന് കാണാൻ എന്തോ ഒരു പ്രത്യേകത അല്ലേ അമ്മേ? ഇത് കേട്ട് കമല ചിരിച്ചുകൊണ്ട് പറയുക, അത് ഞാൻ കണ്ടായിരുന്നു. ഗീതമോളല്ലേ വിക്രമിന് ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുത്തത്? അതല്ലേ, അല്ലെങ്കിൽ ഇവൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. തോന്നിയ പാടയില്ലേ നടക്കുന്നേ. നനച്ചതേതാ നനയ്ക്കാത്തതേതാ ഇവൻ അതൊന്നും നോക്കില്ലല്ലോ. നീ മുതൽ വേദമോളല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. നേരം പറയുക, അമ്മയ്ക്കിപ്പോ എന്ത് പറഞ്ഞാലും ഒരു വേദ ഇവളെന്തെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടോ അമ്മയ്ക്ക്? അതെങ്ങനെയാ അമ്മയുടെ പുറകേന്ന് മാറാണ്ട് റോഡേക്കോ അല്ലേ? ഇത് കേട്ടുകൊണ്ട് അച്ഛമ്മ വരുവാ. നേരെ വിക്രമിനോട് അച്ഛമ്മ പറയുന്നുണ്ട്, എടാ വേദമോള് നിന്റെ ഭാര്യയാ, അവളുടെ കടമയാണ് അവള് ചെയ്തത്. ഇനി നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വേദമോളായിരിക്കും. അതുകൊണ്ട് നിനക്ക് തോന്നും പോലെയൊന്നും വീട്ടിലോട്ട് വന്ന് കേറാൻ പറ്റില്ല. വേദമോള് പറയുന്നത് പോലെ അനുസരിക്കണം. ഇത് കേട്ട് വിക്രം ഇതേ ദേഷ്യത്തിൽ നോക്കുക. അന്നേരം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. വിക്രം ഒന്നും പറയാണ്ട് ബൈക്കിൽ കയറി പോണുണ്ട്. അന്നേരം അച്ഛമ്മ കമലത്തിനോട് പറയുക, നീ നോക്കിക്കോ കമലം, വേദമോള് വിക്രമിനെ വരച്ച് വരി നിർത്തും. അതെനിക്ക് മോളെ ആദ്യമേ കണ്ടപ്പോ മനസ്സിലായതാ. ഇത് കേട്ട് കമല സന്തോഷത്തോടെ വേദിയെ നോക്കുന്നുണ്ട്. അന്നേരം വിക്രം വർക്ക്ഷോപ്പിൽ ഇരിക്കുക. വിക്രമിന്റെ ഫോണിലോട്ട് ശ്രീനി സാറ് വിളിക്കുന്നുണ്ട്. ശ്രീനി സാറ് പറയുക, നീ പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ശരി സാർ ഇപ്പൊ വരാം. ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുക. നേരെ വർക്ക്ഷോപ്പിലെ ചേട്ടന്മാർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നേ? വിക്രം പറയുക, ശ്രീനി സാറ് വിളിക്കുക. നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഈ ശ്രീനി സാറിന്റെ വയലം കൈയല്ലേ, നീ ഉണ്ടെങ്കിലേ ശ്രീനി സാറിന് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടൂ. സത്യം പറഞ്ഞ എന്നെ ഒരു സഹോദരനെ പോലെയാ ശ്രീനി സാറ് കാണുന്നത്. ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് അവിടുന്ന് പോവുക. വിക്രം ശ്രീനി സാറിന്റെ അടുത്തേക്ക് പോണുണ്ട്. നേരം ശ്രീനി സാർ പറയും, എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണം. എനിക്ക് നിന്നെ വിശ്വാസമുള്ളൂ, നീ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാം. നേരം വിക്രം ഒന്നും മനസ്സിലാവാത്ത മാതിരി ചോദിക്കുന്നുണ്ട്. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നേരം ശ്രീനി സാർ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരുണ്ട്. അവർക്ക് കുറച്ച് കേസിന്റെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണം. നേരെ വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ സാർ? നേരം ശ്രീനി സാർ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട്. അന്നേരം ശ്രീനി സാറിന്റെയും വിക്രമിന്റെ അരികിലോട്ട് പെൺകുട്ടി വരുന്നുണ്ട്. നേരം കുട്ടിയെ നോക്കുക. ശ്രീനി സാർ പറയുന്നുണ്ട്, ഇതാ ഞാൻ പറഞ്ഞ ആള് വിക്രം. ഇനി നിങ്ങളുടെ കൂടെ എന്ത് സഹായത്തിനും ഇയാൾ ഉണ്ടാവും. ഇയാളെ പൂർണ്ണമായും വിശ്വസിക്കാം. എന്റെ കുഞ്ഞനുജനെ പോലെയാ വിക്രം. നേരം ആ കുട്ടി ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട്. നേരം വിക്രം ആ കുട്ടിയെ നോക്കി നന്നായി ചിരിക്കുന്നുണ്ട്. നേരം വിക്രം പറയുക, എന്നാ ഞാൻ പോട്ടെ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശ്രീനി സാറിനോട് വിക്രം പറയുന്നുണ്ട്. നേരം വിക്രം ആ പെൺകുട്ടിയെ നോക്കി ചിരിച്ചിട്ട് പോവുക. വിക്രമിനെ കണ്ണെടുക്കാതെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് ആ പെൺകുട്ടി. അന്നേരം ബൈക്കിൽ കയറി പോവുക. നേരം വീട്ടിന്റെ മുകളിൽ നിന്നും സ്ത്രീ നോക്കിക്കൊണ്ട് നിൽക്കുക. വിക്രം പോകുന്നത് വിക്രമിനെ വേദയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനായി ശ്രീകാന്ത് പല പദ്ധതികളും നോക്കുന്നുണ്ട്. നേരം വേദയെ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായി ദർശന്റെ അച്ഛൻ ശ്രീകാന്തിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വിക്രമിനെ വേദയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. ഇപ്പോ തന്നെ അച്ഛനോടുള്ള വെറുപ്പൊക്കെ മറന്ന് ഇപ്പോ വേണമെങ്കിൽ വീട്ടിലോട്ട് ക്ഷണിക്കുക എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇനിയും വേദയും അവനും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഒരിക്കലും ദർശന വേദയ്ക്ക് കിട്ടില്ല. അത് മാത്രമല്ല, അവൻ എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച അവൻ ഇനി സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല. നേരം ദർശന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനും കൂടെ ഉണ്ടാവും, എനിക്ക് എന്റെ മകന്റെ സന്തോഷം വലുത്. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ അച്ഛൻ കേട്ടാ മതി. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നത്, അവനെ ചതിക്കാൻ പോകുന്നത് അവന്റെ വീട്ടിലുള്ളവർ തന്നെയാ. അവന്റെ ചേട്ടൻ അയാള് കാശിന് വേണ്ടി എന്തും ചെയ്യും. നമുക്ക് അയാളെ വെച്ചൊന്ന് കളിക്കാം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഉണ്ട്, നമുക്ക് അത് വെച്ചൊരു കളി കളിക്കാം. ഞാൻ അയാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിനായകൻ എന്റെ ചേട്ടൻ വസ്തുവിന് കമ്മീഷനാന്ന് പറഞ്ഞ് കുറച്ച് കാശെടുത്ത് അവന്റെ കയ്യിൽ വെച്ച് കൊടുത്ത അവൻ പിന്നെ എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കുള്ളൂ. നേരം ദർശന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ പ്ലാൻ? നേരം ശ്രീകാന്ത് പറയുക, നമ്മള് കൊടുക്കാൻ പോകുന്നത് കള്ളനോട്ട, അത് ഭദ്രമായി അവന്റെ വീട്ടിൽ സൂക്ഷിച്ചോളൂ. അത് വിക്രമിന്റെ കയ്യിലോട്ട് വിനായകൻ തന്നെ കൊടുത്തോളൂ. വിക്രം ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. അവൻ അഴിക്കുള്ളിലാവണം. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും? അതിനുള്ള വഴിയൊക്കെ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാങ്കിൽ കുറെ കടങ്ങളൊക്കെ ഉണ്ട്, അത് വിക്രം കൊടുത്തു തീർക്കുമെന്ന വീട്ടിൽ പറഞ്ഞേക്കുന്നത്. വിക്രം തന്ന കാശാന്ന് പറഞ്ഞത് വീട്ടിൽ കൊടുത്തോളൂ. വിക്രമിന്റെ കയ്യിലോട്ട് വിനായകൻ വെച്ച് കൊടുക്കും. ഇത് കേട്ട് ദർശന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇത് ഇത്തിരി വളഞ്ഞ വഴിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇനി വളഞ്ഞ വഴിയിലൂടെ നമുക്ക് അവനെ ഇല്ലാതാക്കാൻ പറ്റൂ. നേരം അവരുടെ അരികിലോട്ട് വിനായകൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ശ്രീകാന്തിനെ ദർശന്റെ അച്ഛനെയും കണ്ടിച്ചുകൊണ്ട് അരികിലോട്ട് പോവുക. നേരം ശ്രീകാന്ത് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് വിക്രമിന്റെ ഏട്ടൻ വിനായകൻ. നേരം വിനായകൻ പറയുന്നുണ്ട്, സാർ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നേരെ ശ്രീകാന്ത് പറയുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിനുള്ള കമ്മീഷൻ അത് ഞങ്ങൾ തരും. ഇത്രയും പറഞ്ഞിട്ടുണ്ട് കെട്ട് പണമെടുത്ത് വിനായകന്റെ നേരെ നീട്ടുക. നേരം വിനായകൻ കണ്ണ് തള്ളിക്കൊണ്ട് കാശിലോട്ട് നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്തിനെ നോക്കി ചിരിക്കുന്നുണ്ട്. നേരം വിനായകൻ പറയുക, അയ്യോ ഇത്രയും കാശ്? നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, 2 ലക്ഷം രൂപയുണ്ട്, സന്തോഷത്തോടെ വാങ്ങിക്കോളൂ. നേരെ വിനായകൻ കാശ് മേടിക്കുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ അവിടുന്ന് പോവുക. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ കൊണ്ടുപോയത് 2 ലക്ഷം രൂപയുടെ കള്ളനോട്ട. എന്നിട്ട് ചിരിച്ചുകൊണ്ട് 2 പേരും വിനായകനെ നോക്കുന്നുണ്ട്. സന്തോഷത്തോടെ കാശ് കൊണ്ട് പോവുക. അന്നേരം ശങ്കരനാരായണനും മോം വേദയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. മോം പറയുന്നുണ്ട്, വേദ മോള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വക്കീലായി
ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ കേസുകളിലും വിജയിച്ച് അഭിമാനത്തോടെ സ്വന്തം മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛന്റെ സന്തോഷവും സ്വപ്നവും എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായി പോയല്ലോ ഏട്ടാ. നേരെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നില്ലല്ലോ പത്മം. പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള പല കുട്ടികൾക്കും വിവാഹം ഒരു നരകമാണ്. പക്ഷെ എന്റെ മകൾ തിരഞ്ഞെടുത്തത് മറ്റൊരു ജീവിതമാണ്. അതാലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം പത്മം? എന്റെ മകളെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമായില്ല. വേദയുടെ വിവാഹം ഒരു വലിയ അഡ്വക്കേറ്റായി എന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആ വേദിയെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. തലയെടുപ്പോടെ മകളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു അച്ഛന്റെ സ്വപ്നം ഇതൊന്നും നടന്നില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ മകൾക്കൊരു നല്ലൊരു വിവാഹം പോലും നടന്നു കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭഗവാൻ മറ്റെന്തോ എന്റെ മകൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ പത്മം? ഇത് കേട്ട് പത്മ ക്ഷമത്തോടെ നിൽക്കണുണ്ട്. അന്നേരം അച്ഛമ്മ വേദിയോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ വേണം. എന്നും ഇങ്ങനെ പോയാൽ പറ്റില്ല മോളെ. വിക്രമിന് ആദ്യം വേണ്ടത് ഒരു ജോലിയാ, അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, വിക്രമിന് മാത്രമല്ല അച്ഛമ്മേ, എനിക്ക് ഒരു ജോലി സംഘടിപ്പിക്കണം. പഠിപ്പിച്ച് വലുതാക്കി അച്ഛനോടുള്ള കടപ്പാട് അതെനിക്ക് നിറവേറ്റണം. എന്റെ അച്ഛന്റെ മുന്നിലൂടെ കീൽ വേഷമിട്ട് അച്ഛന്റെ കൈ പിടിച്ച് നടക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. അച്ഛനിൽ നിന്നാ പലതും പഠിച്ചു. അച്ഛനായിരുന്നു എന്റെ വഴികാട്ടിയും എല്ലാം. എന്റെ മാത്രം സ്വപ്നമല്ല, എന്റെ അച്ഛന്റെ സ്വപ്നം അതെനിക്ക് നിറവേറ്റണം അച്ഛമ്മേ. ഇത് കേട്ട അച്ഛമ്മ തിരിച്ചുകൊണ്ട് വേദയെ നോക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. വിക്രമിന് നല്ലൊരു ജോലി. അന്നേരം വേദ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ വേദയെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് വേദയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇത് കൂട്ടിയതെല്ലാം ശങ്കരനാരായണൻ ചിന്തിക്കുന്നുണ്ട്. കീൽ വേഷമണി മകളെ ചേർത്ത് പിടിച്ചെടുത്ത ഫോട്ടോസ് ഒക്കെ ശങ്കരനാരായണൻ ആലോചിക്കുന്നുണ്ട്. ആ നിമിഷങ്ങൾ ചിരിയോടെ ശങ്കരനെ ഓർമ്മിക്കുന്നുണ്ട്. വേദയെ ആ വേഷത്തിൽ കാണാൻ ശങ്കരനാരായണൻ ഒരുപാട് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ വേദയും